ഇനി സൂരജിന്റെ കല്യാണം അല്ലെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണം ഫിക്സ് ചെയ്യും. തിലകനില്ല സിനിമ വന്ന് വിശന്ന് വലഞ്ഞു വരുന്ന ആൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ ഇത്. എന്നാലും SB/3 എന്ന ചാനലിലേക്ക് സ്വാഗതം. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ കല്യാണം നടക്കുന്ന അമ്പലമേതാ? ഞങ്ങൾ രണ്ടുപേരോട് ഒരു കല്യാണത്തിന് പോവാം. സൂരജിന്റെ കല്യാണമാണ്, സ്റ്റാഫായിരുന്നു സൂരജ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ കല്യാണക്കുറി എടുക്കാൻ പറഞ്ഞു ഷോപ്പിലായിപ്പോയി. അപ്പോൾ കോമൺ ആയിട്ടുള്ള കണക്ഷനുള്ള ആരുമില്ല. ഒന്ന് കൂടെ മീൻസ് കല്യാണത്തിന് അവിടെ ചെന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ആരുമില്ല. ചെട്ടുകുളങ്ങര ഭാഗത്തോട്ട് പോവാം. എവിടെയൊക്കെ അമ്പലങ്ങളിൽ ഇപ്പോൾ കല്യാണം നടക്കുന്നുണ്ടോ അവിടെ എല്ലാം പോകുന്നുണ്ട്. ആർക്കെങ്കിലും നേർച്ച വല്ലതും ഇടാനുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതെ, അതിനുള്ള പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലങ്ങളൊക്കെ പോയിട്ട് കല്യാണം ഉണ്ടോ, അവിടെ ഉണ്ടെങ്കിൽ സൂര്യൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് ഇനി സൂരജിന്റെ കല്യാണം അല്ലെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണം ഫിക്സ് ചെയ്യും. മാവേലിക്കരത്തേ ഉള്ളൂ, ചെട്ടുകുളങ്ങരയ്ക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന സ്ഥലത്തൊന്നും നിർബന്ധമില്ല. മാവേലിക്കര തൊട്ട് അല്ലേ ചെട്ടുകുളം ഭാഗത്ത് കല്യാണമുള്ള, ഇനിയിപ്പം അമ്പലത്തിലെ കല്യാണം വേണമെന്നില്ല, പള്ളിയിലെ കല്യാണം ആണെങ്കിലും മതി. എവിടെ ആയാലും കുറേ ബസ്സൊക്കെ കിടക്കും. ആ ഫോട്ടോ നിൽക്കുന്നതാണ്. എൻ്റെ ഫോട്ടോ എന്തേ വെഡിങ് കാർത്തിക ആൻഡ് ആതിര. ഇതൊന്നും പറ്റില്ല, നമുക്ക് ഇവിടെ വരാം വിട്ടോ. ഇവിടെ എന്തായാലും ഒരു അമ്പലമുള്ള കല്യാണമുള്ള അമ്പലം കണ്ട. അമ്പലമുള്ള കല്യാണമല്ലല്ലോ. ഓക്കെ, ഇത് ഏതമ്പലോ? മേജർ കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്ത്ര. ഇവിടെ കല്യാണമൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല. വിട്ടോ, രണ്ട് സ്ഥലത്തും ഇല്ല. നേരെ പോവാം. അത് ചെട്ടികുളങ്ങര അമ്പലമാണേ. ഈ വഴി ഇവിടെ വരെ ഉള്ളു കേട്ടോ. പിന്നെ അത് നടക്കത്തില്ല, തിരിക്കണമെന്ന് തോന്നല്ലേ. എന്റെ ഫോട്ടോ അറിയാലോ. നോക്കട്ടെ, രഞ്ജിത്ത് പ്രവീണ അല്ല. ഓക്കെ, കല്യാണ ചെറുക്കനെ കല്യാണ ദിവസം വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ലല്ലേ. എനിക്ക് ചിലപ്പോ കൂട്ടുകാരുടെ ആരെങ്കിലും കൈ കൊണ്ടാണ്. കാരണം എന്താ പറയാം, ആരെങ്കിലൊക്കെ വന്ന വഴി തെറ്റി. അനുഗ്രഹ ഓഡിറ്റോറിയം കണ്ടോ. ഇവിടെ കല്യാണമേ ഇല്ല, കല്യാണം ഇല്ലാത്ത ഓഡിറ്റോറിയമല്ലേ. വിളിക്കാത്ത കല്യാണത്തിന് വരുമ്പോ മാന്യത കാണിക്കുക, മാന്യമായിട്ട് ആരുടെ കല്യാണം നോക്കണം. ആതിര ശബരി സ്റ്റേജ് ഡെക്കറേഷൻസ്. കാറ് കൂട്ടാതെ പോകുന്ന രണ്ടുപേരേ ഉള്ളൂ കേരളത്തിൽ. ഒന്ന് SB സിസ്റ്റത്തിന്റെ കാറും, രണ്ട് അച്ചൈൻസ് ഗോൾഡിന്റെ കാറും. അച്ചൈൻസ് ഗോൾഡിന്റെ കാർ നിങ്ങളുടേതാണെന്നാണ് പറയുന്നത്. പൊതുജനങ്ങളുടേതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കാറ് പൂട്ടാറില്ലെന്നാണ് പുള്ളി. മൺകുടം ഇതിപ്പം ആണ് ഇങ്ങനെ ഇത്രയാക്കി. നേരത്തെ ഇത് പഴയ ചെറിയൊരു ഷാപ്പായിരുന്നു തോന്നുന്നു. ഇവിടെ എനിക്ക് സൈറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ കയറിയിട്ട് മറ്റേ കപ്പയും മീൻകറിയും കഴിച്ചത് സൂപ്പറായിരുന്നു. നമുക്ക് ഇവിടെ കയറി കപ്പയും മീൻകറിയും കഴിക്കാം. അല്ല, ആദ്യം ഒന്നുകൂടെ ഈ അവന്റെ കല്യാണം ഈ പല്ലാരിമംഗലം എന്നാണ് എന്റെ സ്ഥലപ്പേര് എഴുതിയേക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് ചുമ്മാ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. എന്താ പറയുന്നത്? അതെ. മൺകുടം. ഓക്കെ, ഇന്ന് നമ്മൾ എത്തുന്ന 8ാമത്തെ കല്യാണം. 1:46 ഇനിയിപ്പോൾ സൂര്യൻ്റെ കല്യാണം കണ്ടെത്തിയാൽ തന്നെ അവിടെ അവർ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ എന്തായാലും സദ്യയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇലയിലൊന്നും നോക്കിയാൽ തന്നെ അറിയാം, വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ്. ഒരു കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി ഇന്ന് ഇത്രയും അലഞ്ഞ സ്ഥിതിക്ക് ഷാപ്പിൽ പോയി കഴിക്കുന്ന മണ്ടത്തരമായിരുന്നു. ഇവിടുന്ന് കഴിക്കാൻ എന്തായാലും നമുക്ക് തീരുമാനിക്കാം. ഇന്ന് കല്യാണം കഴിക്കുന്ന വരനും വധുവിനും വിവാഹ മംഗളാശംസകളൊക്കെ നേടുന്നുണ്ട്. കസേരയിലോട്ട് ഇരിക്കാം. സൂര്യൻ്റെ കല്യാണത്തിന് പൊട്ടിക്കേണ്ട പപ്പടമാണ് ഈ പൊട്ടിക്കുന്നത്. സംഭവം കിടിലൻ സദ്യയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നഷ്ടമായിപ്പോയി കയറിയില്ലായിരുന്നെങ്കിൽ. വേഗം കഴിച്ച് ഓപ്പറേഷൻ വിളിക്കാത്ത കല്യാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇനി. എൻ്റെ പെണ്ണിൻ്റെ പേര് വല്ലതും അറിയാവോ? അത് മതി തൽക്കാലം. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ സൂപ്പറായിരുന്നു. ഏതാ ഇഷ്ടപ്പെട്ടെ? എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിച്ചൊരു അച്ചടക്കമുള്ള സദ്യ എന്ന് വേണം പറയാം. നല്ല സദ്യ. മക്കളെ മനസ്സിലായില്ലല്ലോ ആരെങ്കിലും പറയുന്ന മുമ്പ് വേഗം വീട്ടിൽ ചെല്ലാം. നന്ദിയുണ്ടേ. SB/3